മാറിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഭാവങ്ങൾക്കുമപ്പുറം സ്ഥിരമായ ഒരു ഞാനിനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ആ സ്ഥിരമായ ഞാൻ, പരമമായ ആ ഞാൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പരമമായ ആത്മം, അബ്സല്യൂട്ട് സെൽഫ് ഇസ് ദ സോഴ്സ് ഓഫ് പർപ്പസ്, ഡെസ്റ്റിനി ആൻഡ് വെർച്യൂസ് ബിയോണ്ട് ഓൾ ചേഞ്ച്. പരമ ആത്മം എന്താണ്? പരമമായ ആത്മം കാരണ ഉദ്ദേശ നിയതികൾ ചേർന്ന് എങ്ങനെ സ്രോതസ്സാകുന്നു, മനസ്സാക്ഷി എങ്ങനെ നന്മയായി പ്രകടമാകുന്നു എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ആത്മത്തിന്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച്, വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. സ്പർശനീയമായ ആത്മം, പിന്നെ ഉടമസ്ഥ ആത്മം, നിർമ്മിത ആയിട്ടുള്ള ആത്മം, പിന്നെ ഇതൊന്നുമല്ലാതെ അതീതമായി നിൽക്കുന്ന ഒരു ആത്മം എന്നുള്ളതൊക്കെ. അപ്പൊ ഈ അതീത ആത്മം വരെയുള്ള കാര്യങ്ങളും നമ്മൾ തൊട്ടറിയുന്നതാണ്. നമ്മൾ നിരന്തരമായിട്ട് നിത്യജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതീത ആത്മം എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആണ്. പ്രകടമായിട്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നതല്ല, പക്ഷെ നമ്മൾക്ക് അകത്ത് ഉറങ്ങിക്കിടക്കുന്നതാണ്. സത്യത്തിൽ നമ്മളെ പ്രകടിപ്പിക്കുന്ന പലതിനെയും നിയന്ത്രിക്കുന്നത്, പലതിൻ്റെയും ഉള്ളിലുള്ളത് ആ ഒരു ആത്മമാണ്, അതീത ആത്മമാണ്. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും മാറാതെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ആത്മമുണ്ട്. എന്നും നമ്മൾ എന്താണോ അത് തന്നെയായിരിക്കുന്ന ഒരു ആത്മം. ആത്മം എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായില്ലേ? ഞാൻ മാറാതെ നിൽക്കുന്ന ഒരു ഞാൻ. ആ മാറാതെ നിൽക്കുന്ന ഞാൻ ഒരു മാറ്റങ്ങൾക്കും ഇളക്കാൻ പറ്റാത്ത രീതിയിൽ സ്ഥിരമായി നിൽക്കുന്ന ഞാൻ, അതിനെയാണ് പരമമായ ആത്മം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മത്തെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. അതിന് ഈ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഈ പരമമായ ആത്മത്തെ ബാധിക്കില്ല. ഈ ശരീരത്തിന് ഇപ്പോ യൗവന കാലത്തുള്ള ഒരു അവസ്ഥയല്ല വാർദ്ധക്യകാലത്തുള്ളത്. മനസ്സിനുണ്ടാവുന്ന അവസ്ഥ നിരന്തരം മാറിക്കൊണ്ടിരിക്കും, വികാരങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ശരീരം, മനസ്സ്, വികാരങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ആ ആത്മം അല്ലാത്തൊരാത്മതല്ല. അതായത് ശരീരത്തിനോ മനസ്സിനോ വികാരത്തിനോ ഇളക്കം തട്ടിയാലും മാറാത്ത രീതിയിൽ നിൽക്കുന്ന ഒന്ന്. അതായത് അതീതം എന്ന് നമ്മൾ പറഞ്ഞതിനും അതീതമായിട്ടുള്ള ഒരു ആത്മതല. എല്ലാ അനുഭവങ്ങളുടെയും, നമുക്ക് ഇന്നുണ്ടാവുന്ന സർവ്വ അനുഭവങ്ങളുടെയും അടിസ്ഥാനമാകുന്ന യഥാർത്ഥ ഞാൻ. എന്താണ് ഈ അനുഭവം എന്ന് പറയുന്നത്? നമ്മളിവിടെ ഉണ്ട്, നമ്മളുടെ ധർമ്മം നിർവഹിക്കാനാണ് നമ്മളിവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഉപരിവ്യവസ്ഥ, അതായത് നമ്മൾ നിൽക്കുന്ന പരിസരം എന്ന് പറയുന്നത് മഹാഗർഭപാത്രമായിട്ടുള്ള ഭൂമി എന്ന് തൽക്കാലം എടുക്കുക. ഭൂമിയുടെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഭൂമിയാണ് നമ്മുടെ ഉപരിവ്യവസ്ഥ. ഭൂമിയുടെ ഉപരിവ്യവസ്ഥ സൗരയൂഥമായിരിക്കാം. അതങ്ങനെ പോകുന്നു. നമുക്ക് വെളിയിലുള്ള ഈ ഭൗമ ജാലിക ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഭൗമ സംവിധാനമുണ്ടല്ലോ, ആ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രകൃതി, പരിസ്ഥിതി, ഇത് നമുക്ക് നിരന്തരമായി നൽകുന്ന സന്ദേശങ്ങളുടെ ലക്ഷണമാണ് ഓരോ ജീവിത സന്ദർഭങ്ങളും. ആ സന്ദർഭങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ മുന്നിലുണ്ടാവുന്ന സംഭവങ്ങളോട് അനുരൂപപ്പെടാനായിട്ട് നമുക്കുണ്ടാവുന്ന ഒരവസ്ഥയാണ് അനുഭവം എന്ന് പറയുന്നത്. ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അത് നമുക്ക് അനുഭവവേദ്യമാകുമ്പോൾ അത് അനുഭവമായിട്ട് മാറുന്നു. അനുഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അനുരൂപപ്പെടാൻ പാകത്തിലുള്ള ബാധകൾ ഉണ്ടാകുന്നത്, നമ്മളെ ബാധിക്കുന്ന രീതിയിൽ ഉണ്ടാവുമ്പോഴാണ് അത് മുമ്പിലുണ്ടാവുന്ന സംഭവങ്ങൾ നമ്മുടെ അനുഭവങ്ങളായിട്ട് വരിക. ഈ അനുഭവങ്ങൾ എനിക്കുണ്ടാവുന്ന അനുഭവമല്ല നിങ്ങൾക്ക് ഉണ്ടാവുക. കാരണം എന്താ? എന്റെ ധർമ്മം വേറെ, നിങ്ങളുടെ ധർമ്മം വേറെ. അപ്പൊ എന്റെ ധർമ്മം ഇപ്പൊ മുറ്റമടിക്കലാണെങ്കിൽ മുറ്റമടിക്കുന്ന പണികളാണ് എന്റെ മുതലാളി എന്നോട് പറയുക.
മറ്റൊരാൾക്ക് കഞ്ഞിയും കറിയും വെക്കലാണെങ്കിൽ ആ പാചകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അയാളോട് പറയുക. അപ്പൊ എനിക്കുണ്ടാവുന്ന അനുഭവങ്ങൾ എന്റെ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ എന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനമാകുന്നത് എന്റെ ധർമ്മമാണ്. ആ ധർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ യഥാർത്ഥ ഞാൻ എന്ന് പറയുന്നത്. ഇതാണ് സത്യത്തിൽ നമ്മുടെ ജനനത്തിന് കാരണമാകുന്നത്. ജനനത്തെ നിയന്ത്രിക്കുന്നത് ഈ യഥാർത്ഥ ആത്മം എന്നുള്ള അതാണ്, പരമമായ ആത്മമാണ്. നമ്മുടെ ജീവിത ഉദ്ദേശ്യത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, ജീവിതത്തിന്റെ പർപ്പസ് മാത്രമല്ല, നമുക്ക് ജീവിതം ഇന്നിടത്തേക്കാണ് ചെല്ലുന്നുള്ള ഒരു ഡെസ്റ്റിനി ഉണ്ടല്ലോ, ആ ഡെസ്റ്റിനിയെ തീരുമാനിക്കുക. അതിന്റെ ആഴത്തിലുള്ള ഉറവിടം എന്ന് പറയുന്നത് ഈ പറയുന്ന പരമമായ ആത്മമാണ്. ഈ പരമമായ ആത്മം എന്ന് പറയുമ്പോൾ അതാണ്, അവിടെ നിന്നാണ് നമ്മൾ ഉത്ഭവിച്ചത് എന്ന് വേണേൽ പറയാം. നമ്മൾ ഉണ്ടാകുന്നതിനൊരു കാരണമുണ്ടല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഉണ്ടാകുന്നതിന് ഒരു ധർമ്മം പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉണ്ടാകുന്നത്. അതിന്റെ കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഉപരിവ്യവസ്ഥയ്ക്ക് മാത്രം അറിയുന്നതാണ്. ഇതിനെ നമ്മൾ സ്ഥിരം ഉദാഹരിക്കുന്നത്, എന്റെ ശരീരത്തിന്റെ ധർമ്മങ്ങൾ നടപ്പിലാക്കാൻ എനിക്ക് ഒരു സഹായി ആവശ്യമാണ്. ആ സഹായിയാണ് എന്റെ കൈ. അപ്പൊ എന്റെ ഉപവ്യവസ്ഥയാണ് കൈ. ഈ കൈ ഉണ്ടായിട്ടുള്ളത് എന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ശരീരത്തിന് വേണ്ടിയാണ്, ശരീരമാണ് കാരണം, ശരീരമാണ് കാരണം കൈക്ക്, ശരീരമാണ് ഈ കൈയുടെ ആവശ്യത്തെ നിർണയിക്കുന്നത്. അപ്പോ ശരീരമാണ് കാരണം. ഈ കാരണം എന്നുള്ളത്, ഈ ശരീരം എന്ന് പറയുന്നതിന്റെ ആ ഞാനുണ്ടല്ലോ, ശരീരത്തിന്റെ ഞാനുണ്ടല്ലോ, ശരീരത്തിന്റെ ഞാനോട് ബന്ധപ്പെട്ടതാണ്. അപ്പോ ഇപ്പൊ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ ഉപരിവ്യവസ്ഥയുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ഉപരിവ്യവസ്ഥയുടെ ശരീരത്തിന്റെ ആവശ്യം എന്ത് എന്നുള്ളതാണ് കാരണം, ഞാൻ ഉണ്ടാകുന്നതിന്റെ കാരണം. അപ്പൊ എന്റെ ഉത്ഭവത്തിന്റെ മൂലശക്തി എന്ന് പറയുന്നത് ഈ കാരണമാണ്, എന്റെ ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യമാണ്. ആ ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിന് അനുസരിച്ചാണ് എന്റെ ജീവിതത്തിന്റെ പർപ്പസ് ഉണ്ടാവുക, ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഉണ്ടാവുക. എന്റെ ജീവിതത്തിന്റെ ദിശ, എന്റെ ജീവിതത്തിന്റെ മീനിങ് എല്ലാം കിട്ടുന്ന അതിലാണ്. ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യം ചെയ്യുന്നത് അർത്ഥപൂർണമായോ എന്നുള്ളത് ഇപ്പോ ഒരു ധനികനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം, കച്ചവടം ചെയ്തു ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തു ഒരുപാട് പേരിൽ നിന്ന് ധനം സമ്പാദിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും അയാൾക്ക് ജീവിതത്തിന് അർത്ഥം തോന്നുന്നത്. ഒരു കവിക്ക് അതല്ല. കവിക്ക് അയാളുടെ ചിന്തകൾ കവിതകളായി രൂപം കൊണ്ട് അത് ഒരുപാട് പേരിലേക്ക് എത്തി, അവരിൽ നിന്ന് അപ്രീസിയേഷൻ വാങ്ങിച്ചു എന്നുള്ളതിലായിരിക്കും അയാൾക്ക് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ പറ്റുക. അപ്പോൾ വ്യക്തികൾക്കനുസരിച്ച് ജീവിതത്തിന്റെ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ജീവിതത്തിന്റെ ദിശ, ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. ഒരു വീട്ടിൽ പിറന്നവർക്ക് തന്നെ വ്യത്യസ്ത ദിശ ഉണ്ടാവും. അപ്പോൾ അത് ജീവിതത്തിന്റെ ഉദ്ദേശ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ജീവിതത്തിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നതും ഈ പരമമായ ആത്മത്തിന്റെ അക്കൗണ്ടിൽ വരുന്നതാണ്. മൂന്നാമത് ജീവിതത്തിന്റെ ലക്ഷ്യം, ദിശ എങ്ങനെ തന്നെയാണെങ്കിലും ലക്ഷ്യം, നമ്മളെ എവിടത്തേക്കാണ് എത്തുക എന്നൊരു കാര്യം, ഡെസ്റ്റിനി. ആ ഡെസ്റ്റിനി എന്നുള്ളത്, അതായത് നമ്മുടെ അന്തിമമായ പ്രകടനം, നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ എവിടെ എത്തുന്നു, അത് നമ്മുടെ ജീവിതത്തിന്റെ അക്കംപ്ലിഷ്മെന്റ് അല്ലെങ്കിൽ സാക്ഷാത്കാരം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നത്, ജീവിതത്തിന്റെ ലക്ഷ്യപൂർത്തീകരണം ഉണ്ടാകുന്നത്, അതാണ് നിയതി എന്ന് പറയുന്നൊരവസ്ഥ. ആ നിയതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ, അതായത് കാരണം, ഉദ്ദേശ്യം, നിയതി എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് ആണ് നമ്മുടെ ഈ ജനിച്ചതിന്റെ ആന്തരികമായ സ്രോതസ് എന്ന് പറയാം. ഈ സ്രോതസ് എന്താണോ അതിലാണ് ജീവിതത്തിന്റെ ശരിയായ ഒഴുക്ക് നിലനിൽക്കുന്നത്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും തീരുമാനിക്കപ്പെടുന്നത്, അനുഭവങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്, ജീവിതത്തിൽ പോകുന്ന വഴികൾ തീരുമാനിക്കപ്പെടുന്നത്, ജീവിതത്തിന്റെ അർത്ഥം തീരുമാനിക്കപ്പെടുന്നത്, അതുപോലെ ജീവിതത്തിന്റെ ലക്ഷ്യം തീരുമാനിക്കപ്പെടുന്നതൊക്കെ തന്നെ ഈ സ്രോതസ്സാണ്. ഈ സ്രോതസ്സിനെയാണ് നമ്മൾ പരമമായ ആത്മം എന്ന് പറയുന്നത്. ഈ പരമമായ ആത്മത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയാണ്? നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ, ധർമ്മവുമായി ചേർന്നുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വിധിക്കപ്പെട്ടാൽ, എനിക്ക് അതാണ് സൗകര്യം, എനിക്ക് അത് ഇഷ്ടമാകില്ല, അല്ലെ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനിനെ തൊട്ട് കാണിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിന് നമ്മൾ മനസാക്ഷി എന്നാണ് പറയുന്നത്. അപ്പോൾ മനസാക്ഷി എന്ന രൂപത്തിൽ നമ്മുടെ ഉള്ളില് ഉള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ശരി തെറ്റ്, അതായത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിർണ്ണയിക്കുന്നത്. ജീവിതത്തിൽ ശരിയും തെറ്റും ഉണ്ടോ എന്നുള്ളത് മറ്റൊരു വശം. പക്ഷെ നമ്മളിവിടെ ജീവിതത്തിന്റെ ശരിയും തെറ്റും തീരുമാനിക്കാൻ ഞാൻ എന്നിൽ തൊട്ടൊരു കാര്യം പറയുന്നുണ്ടല്ലോ. എന്താണ് അവിടെ ശരിയും തെറ്റും നിർണ്ണയിക്കുന്നത്?
എൻ്റെ ജീവിത ധർമ്മവുമായി, എൻ്റെ ജീവിതത്തിന്റെ പർപ്പസുമായി, എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യവുമായി അത് ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ശരി. എനിക്ക് ശരിയാകുന്നത് മറ്റൊരാൾക്ക് ശരിയാകാതെ വരുന്നതുകൊണ്ടാണ് അയാളുടെ ജീവിതത്തിന്റെ പർപ്പസ് വേറൊന്നാണ്. അപ്പോ നമ്മുടെ ഉള്ളിലെ ശരിതെറ്റുകളെ തിരിച്ചറിയുന്ന ആ ഒരു ഇടത്തിനെയാണ് നമ്മൾ മനസാക്ഷി എന്ന് പറയുക. അല്ലെ, മനസാക്ഷിയെ ആധാരമാക്കിയിട്ടാണ് നമ്മളത് പറയുക. നമ്മുടെ ഉള്ളിലെ സത്യസന്ധത, നമ്മുടെ ഉള്ളിലെ കരുണ, നമ്മുടെ ധർമ്മബോധം എന്നിവയെല്ലാം തന്നെ ഈ നമ്മുടെ അകത്തുള്ള മനസാക്ഷിയുടെ പ്രകടഭാവങ്ങളാണ്. നമ്മുടെ ഉള്ളില് ഞാൻ സത്യസന്ധത ഉള്ള ഒരാളാണെന്ന് പറയുന്നതും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സത്യസന്ധത പാലിക്കാൻ സദാ ജാഗരൂകനായി ഇരിക്കുകയും ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. എന്റെ ഉള്ളിലെ കരുണ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കരുണ ഉണ്ടാവാം. ഞാൻ കരുണാമയനാണെന്ന് വേണേൽ പറയാം. പക്ഷെ ഇതൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ കരുണയുണ്ടെങ്കിൽ അത് പ്രകടമായിട്ട് കാണാൻ പറ്റും. ഉള്ളിലെ കരുണ എന്നുള്ളത് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഇത് നമ്മുടെ ഉള്ളിലെ ഗുണം എന്നുള്ള രീതിയിൽ, നന്മ എന്ന രീതിയിൽ, വെർച്യു എന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രകടമാകുന്നതാണ്. ഇത് മനസാക്ഷിയുടെ ഔട്ട്പുട്ടാണ്, മനസാക്ഷിയുടെ പ്രകടനമാണ്. ഈ മനസാക്ഷി എന്ന് പറയുന്നതാണ് നമ്മുടെ ആ പ്രകടനമായിട്ട് വരുന്നത്. നമ്മുടെ ഉള്ളിലെ ആന്തരിക വാസനകളും ചോദനകളും എല്ലാം ഈ ഗുണങ്ങളെ ആധാരമാക്കിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മനസാക്ഷി എന്ന് പറയുന്ന ഒന്ന് നമ്മൾ പറഞ്ഞു നമുക്കറിയാം മനസാക്ഷി എന്നൊരു കാര്യമാണ്. എന്റെ മനസാക്ഷിക്ക് നിരക്കുന്നതല്ലൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ എപ്പോഴും പോലൊക്കെ നമ്മൾ ധർമ്മസങ്കടങ്ങളിലായി തീരുന്ന സമയത്ത് നമ്മൾ ഈ മനസാക്ഷിയെ തൊട്ട് തന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങളെ ശരിതെറ്റുകളെ തീരുമാനിക്കുന്നത് ഞാൻ ഇതാണോ ചെയ്യേണ്ടത് അതാണോ ചെയ്യേണ്ടത് എന്നുള്ള ആശയ സംഘർഷങ്ങൾ വരുമ്പോഴെല്ലാം തന്നെ ഈ മനസാക്ഷിയിലേക്കാണ് നമ്മൾ നോക്കുക. നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക ഈ ഒരു മനസാക്ഷിയാണ്. അത് പറയുന്ന നന്മയാണ് നമ്മൾ കേൾക്കുക. ആ ആന്തരിക ശബ്ദത്തെയാണ് നമ്മൾ ശ്രവിക്കുക. നമ്മുടെ ആത്മത്തിന്റെ പ്യുവറായിട്ടുള്ള പ്രകടനം ആണ് നമ്മുടെ ഈ ഉള്ളിലെ ഈ സത്യസന്ധത, കരുണ, ധർമ്മബോധം എന്നുള്ള രൂപത്തിലേക്ക് വെളിപ്പെടുന്നത്. ഇതിന്റെ എതിർപക്ഷമുണ്ട് കേട്ടോ. ക്രൂരത, കൗടില്യം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനപ്പുറത്ത് വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഉള്ളിൽ വരുന്ന പരമമായ ആത്മത്തിന്റെ ആ പരമസ്വരൂപത്തെയാണ് നമ്മൾ വെളിയിൽ ഗുണങ്ങളായിട്ട് കാണുക. ഇതാണ് മനസാക്ഷി എന്നുള്ള ഈ ഒന്നാണ് ഈ പരമമായ ആത്മത്തിന്റെ എവിഡൻസ്. പരമമായ ആത്മത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത്, പരമമായ ആത്മത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് ഈ മനസാക്ഷിയാണ്. അത് നമ്മളിൽ വെളിപ്പെടുന്നത് ക്വാളിറ്റീസ് ആയിട്ടാണ്, ഗുണങ്ങളായിട്ട്, വെർച്യൂസ് ആയിട്ടാണ് നമ്മൾ വെളിപ്പെടുക. അപ്പോൾ ഈ മനസാക്ഷി എന്നുള്ളത് നമ്മൾ എന്തൊക്കെ കാണിച്ചാലും എന്തെങ്കിലൊക്കെ കൂടെ പോയാലും ഈ മനസാക്ഷി എന്നുള്ള സാധനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ സംഭവം മാറില്ല. ആ മാറാത്ത ആ ഒന്ന് പരമമായ ആത്മത്തിന്റെ പ്രതിഫലനമാണ്. ആ പരമമായ ആത്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്രോതസ്സാണ്. നമ്മുടെ സ്രോതസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാരണമെന്ത്, ഉദ്ദേശമെന്ത്, നിയതി എന്ന് പറയുന്ന സ്രോതസ്സാണ്. നമ്മൾ ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചു വന്നിരുന്ന ഞാൻ ഭാവങ്ങളില്ലേ, പലതരം ഞാൻ ഭാവങ്ങളില്ലേ, ഈ ഞാൻ ഭാവങ്ങളെല്ലാം തന്നെ ഈ സ്രോതസ് ഉണ്ടാക്കി വെച്ച പരമബോധത്തിന്റെ, പരമ ആത്മത്തിന്റെ മുകളിലുള്ള നിർമ്മിതികളാണ്. അതിന്റെ മുകളിലാണ് ഈ സാധനങ്ങളെല്ലാം വന്നു ചേരുന്നത്. ഈ പരമമായ ആത്മം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ മനസാക്ഷി നന്മ എന്നുള്ള രീതിയിൽ പ്രകടമാകുന്നു. പക്ഷേ അതിന്റെ മുകളിൽ നമ്മൾ ബിൽഡ് ചെയ്ത് കയറ്റിയ, സമൂഹം ബിൽഡ് ചെയ്ത് കയറ്റിയ, വിദ്യ ബിൽഡ് ചെയ്ത് കയറ്റിയ, യുക്തി ബിൽഡ് ചെയ്ത് കയറ്റിയ കാര്യങ്ങളാണ് മറ്റ് ആത്മങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ പ്രകടമാകുന്നത്. അതിനെയാണ് നമ്മൾ നിരന്തരം ഉപയോഗിക്കുക. പക്ഷെ നിരന്തരം ഉപയോഗിച്ചു കഴിഞ്ഞാലും ഈ നമ്മുടെ ആക്ടിവിറ്റീസ് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മനസാക്ഷിയിലേക്ക് വരുന്നു. ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ, ഞാൻ നന്നായി ചെയ്തോ അല്ലെങ്കിൽ സംതൃപ്തമായോ എന്നുള്ള ആ ആത്മപരിശോധന നടത്തുന്നത് ഈ പരമമായ ആത്മത്തിനെ തൊട്ടുകൊണ്ടാണ്. ഇതിനെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഇടമുണ്ട്. ഈ മനസാക്ഷി എന്നുള്ളതിനെ നമ്മൾ തൊട്ടറിഞ്ഞ് തിരിച്ചറിയുന്ന ഒരു ഇടമുണ്ട്. ഇത് ആത്മബോധത്തിന്റെ ഉന്നതമായ ഒരു തലത്തിലേ ഉണ്ടാവുള്ളൂ. നമ്മൾ അല്പനേരമെങ്കിലും നിശ്ചലാവസ്ഥയിലിരുന്നാൽ, മറ്റുള്ളവയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒന്നുമില്ലാതെ പ്രകടമായ ഭൗതികമായ വ്യാവഹാരിക ലോകത്ത് നിന്നും മാറി നമ്മൾ അല്പനേരം കണ്ണടച്ചിരുന്നാൽ, ധ്യാനിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ നമ്മൾ ശാന്തമായിട്ടിരുന്നാൽ അപ്പോഴാണ് നമുക്ക് ഈ മനസാക്ഷിയുമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുക. നമ്മളിപ്പോ കുറെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, മറ്റുള്ളവരോട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കുറെ ആക്രോശങ്ങളൊക്കെ നടത്തുമ്പോഴും വേദിയിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇത് പറയുന്ന സമയത്ത് നമ്മളോട് സംസാരിക്കുന്ന ഒരു ഇടമുണ്ട്. അത് മനസാക്ഷിയുമായിട്ടാണ്, പരമമായ ആത്മവുമായിട്ടാണ് നമ്മുടെ ജ്ഞാനബോധം സംസാരിക്കുന്നത്. അവിടെയാണ് ആത്മഗതങ്ങൾ നടക്കുക. ഈ പരമമായ ആത്മം എന്ന് പറയുന്നതിനെ ഈ ധ്യാനത്തിന്റെ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ബോധത്തിന്റെ പല തലങ്ങളിൽ നമ്മൾ ഇതിനെ കാണുന്ന സമയത്ത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്ന് പറയുന്ന നാലാമത്തെ ഒരു ബോധതലത്തിലാണ് നമ്മൾ ഇതിനെ കാണാൻ പറ്റുന്നത്.
അതുവരേക്കും നമ്മുടെ കൺട്രോളിലുള്ളതാണ്. നമ്മുടെ ഉറവിടം തന്നെയാണല്ലോ പരമമായ ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ നമുക്ക് കണ്ടറിയാൻ പറ്റും, തൊട്ടറിയാൻ പറ്റും. പക്ഷെ നമ്മളെ വ്യാവഹാരികതകളിൽ നിന്നും മാറി നിൽക്കണം. നമ്മളോട് സംവദിക്കുന്ന രീതിയിൽ, നമ്മളെ അറിയുന്ന രീതിയിൽ, നമ്മളിൽ തന്നെ വ്യാപരിക്കുന്ന രീതിയിലായിരിക്കുമ്പോൾ നമുക്ക് ഇതിനെ, ഈ മനസാക്ഷി എന്ന രൂപത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒന്നിനെ, പരമമായ ആത്മത്തെ തിരിച്ചറിയാൻ പറ്റും. അതിനും അപ്പുറത്ത് പരമമായ ആത്മത്തെ തിരിച്ചറിയണമെങ്കിൽ പരമമായ ആത്മത്തിനും അപ്പുറത്ത് മാറി നിന്നതിനെ നിരീക്ഷിക്കാനുള്ള ഒരു പാഠവും നമുക്ക് വേണം. അത് സാധനകളിലൂടെ സിദ്ധിക്കുന്നതാണ്. ആ സാധനാസിദ്ധിയാണ് നമ്മൾ ഈ ആത്മയാനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് കിട്ടുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ അപ്പുറത്തുള്ള ചില തലങ്ങളിലൂടെ, അതായത് നമുക്ക് തൊട്ടറിയാനും കണ്ടറിയാനും പറ്റാത്ത മറ്റു ചില തലങ്ങൾ കൂടെ നമുക്ക് അനുഭവവേദ്യമാകും. അതിന് തുരീയാതീതം എന്നൊക്കെ പറയും. അതവിടെ ഇരിക്കട്ടെ, നമ്മളിപ്പോ അതിലേക്ക് പോകുന്നില്ല. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഇതുവരെ എത്താനുള്ള ഒരു ശേഷി സിദ്ധിക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ അനുഭവങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ ആത്മത്തെ ചിത്രീകരിച്ചത്. അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. ആ തിരിച്ചറിവുകളാണ് ആ ഓരോ തരം ആത്മത്തെ, നമ്മൾ സ്പർശനീയമായ ആത്മത്തെ, അതിനുശേഷം സ്വകീയമായ അല്ലെങ്കിൽ എന്താ പറയുക ഉടമസ്ഥതയിലുള്ള ആത്മത്തെ, അതുപോലെ നിർമ്മിതമായ ആത്മത്തെ, അതീത ആത്മത്തെയൊക്കെ നമ്മുടെ ആ അവസ്ഥകളിൽ നിന്ന്, നമ്മുടെ ബോധതലങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു വന്നതാണ്. അതിലെല്ലാം തന്നെ നമ്മുടെ ആ ആത്മത്തിന്റെ തലങ്ങൾക്കും ആത്മത്തിന്റെ സ്വഭാവത്തിനും പ്രകടനത്തിനും ഒക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ മാറ്റമില്ലാതെ തുടരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ഞാൻ ബോധമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ മനസാക്ഷിയുടെ രൂപത്തിലാണ്. ആ പരമമായ ആത്മത്തെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തിയത്. ആ പരമമായ ആത്മത്തെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആത്മീയതയിലേക്ക് ഇനി യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഈ ആത്മീയത എന്നുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, അതാണ് ഇനി തുടർന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പൊ അതുവരേക്കും നിങ്ങളുടെ അകത്തുള്ള മനസാക്ഷിയുടെ നില എന്താണ്, അതിന്റെ ഘടന എന്താണ്, രൂപം എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്യുക. അതുമായി നമുക്ക് തുടർന്ന് ഉള്ള പാഠങ്ങൾ പഠിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.